രണ്ട് മുഖങ്ങൾ. ഈ ഭാഗം ഞാൻ ഉദ്ധരിക്കുമ്പോൾ കുറച്ചു കൂടുതൽ പറയണമെന്ന് എനിക്കുണ്ടെങ്കിലും ചുരുക്കി പറയാം. നോക്കൂ, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം. എന്നിട്ട് അല്ലാഹു പറയും റബ്ബനാ അബ്സർനാ വസമീനാ ഫർജിനാ നഅമൻ സ്വാലിഹ. നോക്കൂ, ഇന്ന മുഖിനൂൻ. അർത്ഥം ഇങ്ങനെയാണ്. സൂറത്ത് സജദ 12ാമത്തെ വചനം. കുറ്റവാളികൾ. നമ്മൾ കുറ്റവാളികളാണോ? കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ തലതാഴ്ത്തിക്കൊണ്ട്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു, അതിനാൽ ഞങ്ങളെ നീ തിരിച്ചയക്കണമേ. ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാണ്, ആഖിറമുണ്ടെന്ന് ബോധ്യമാണ്, സ്വർഗമുണ്ടെന്ന് ബോധ്യമാണ്, അമ്പിയാക്കൾ ബോധ്യമാണ്. ഒന്ന് മടക്കി തരുവോ? സ്വാലിഹീങ്ങളായിക്കോളാം, നല്ലത് ചെയ്തോളാം, ദാനം ചെയ്തോളാം, സമ്പത്ത് ചെലവഴിച്ചോളാം, എല്ലാം ചെയ്തോളാം. ഇല്ല സുഹൃത്തുക്കളെ, പിന്നെ രക്ഷയില്ല. അന്ന് മുഖം താഴ്ത്തി അല്ലാഹു പറയാൻ, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം. അവരുടെ തല താഴ്ത്തി നിൽക്കുന്ന ഗദ്ഗദകണ്ഠരായ, ചോര വാർന്നുപോയ, ജീവിതത്തിന് പ്രതീക്ഷയില്ലാത്ത ആ മനുഷ്യരുടെ നിപ്പ് നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അള്ളാന്റെ മുമ്പിലെ നിപ്പിനെ കുറിച്ച്. എയർപോർട്ടിൽ എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ഫോൺ ചെയ്യുമ്പോൾ ഒരു മുഖഭാവമുണ്ട്. ഭാര്യയെ കാണുമ്പോൾ, മക്കളെ കാണുമ്പോൾ ഒക്കെയുണ്ട്. ഇവിടെ ഒന്നുമില്ല, ദുഃഖം മാത്രമാണ് ബാക്കി. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. നിങ്ങളെ ദുനിയാവിനെ ആഖിറത്തിനെ നിങ്ങൾ മറന്നു. എന്നിട്ട് എന്താ പറയാ? വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. സൂറത്ത് ഖിയാമ 20 മുതലുള്ള വാചക. എന്തായാലും പറയണോ? അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിലേക്ക് നോക്കിക്കൊണ്ട്. എന്തോ ഒരു സന്തോഷമായിരിക്കും. അല്ലാഹ് നൽകട്ടെ ആ സന്തോഷം, അല്ലാഹ് നൽകട്ടെ ആ സന്തോഷം. അടുത്ത അല്ലാഹ് പറയാൻ, വവുജൂഹു യൗമൈദിൻ ബസിറാ തദുന്നു അൻ യുഫഅല ബിഹാ ഫഖിറാ. അന്ന് ഇരുണ്ട ചില മുഖങ്ങൾ. ആരാത്? അല്ലാഹുവിൽ പങ്കുചേർത്തവർ, ളാലിമുകൾ, ശിർക്ക് ചെയ്തവർ, കുഫ്ർ ചെയ്തവർ, നിരീശ്വരത്വം പ്രചരിപ്പിച്ചവർ. അവർ നിൽക്കും അവിടെ റബ്ബിന്റെ മുമ്പിൽ. എന്നിട്ടോ തദുന്നു അൻ യുഫഅല ബിഹാ ഫഖിറാ. ഒരു വലിയ അത്യാപത്ത് വരുന്നു എന്ന നിലയിൽ. സൂറത്ത് അബസയിൽ പറയുന്ന വാചകാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീ. സഹോദരൻ സഹോദരനെ വിട്ടു പോകുന്ന ദിവസം. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എന്റെ ഭാര്യ എന്റെ കൂടെ തുടരെ വിടാതെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത മോളുണ്ടായിരുന്നു, എന്റെ സഹോദരന്മാരുണ്ടായിരുന്നു, എന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, 30-ലധികം നഴ്സുമാരുണ്ടായിരുന്നു. ഓരോ മണിക്കൂറിൽ ഷുഗർ ചെക്ക് ചെയ്തിരുന്നു. 3 പ്രഗത്ഭ ഡോക്ടർമാരുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് ആലോചിച്ച ഒരു കാര്യം നിങ്ങളോട് തീർത്തു പറയുകയാണ്. റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളുമില്ല. ഒറ്റക്ക് ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, വിവസ്ത്രധാരികളായിട്ട് റബ്ബിന്റെ മുമ്പിൽ. അടുത്ത വാചകം എന്താ അറിയോ? ഉമ്മാനെ നോക്കൂല, ഉപ്പാനെ നോക്കൂല. ഈ പ്രോഗ്രാമിന് പോരുമ്പോ എന്റെ ബാപ്പ പെർമിഷൻ നൽകിയിട്ടാ ഞാൻ വന്നത്. മോനെ ശ്രദ്ധിക്കണേ, മോനെ സൂക്ഷിക്കണേ. ഈ ബാപ്പ നമ്മളെ വിട്ടുപോകുന്നതാണ്. ഒരു സംഭവം കേട്ടോ നിങ്ങള്. പരലോകത്തൊരു മകൻ ബാപ്പാനോട് പറയാണ്, ബാപ്പാ, നിങ്ങളുടെ പ്രിയങ്കരനായിരുന്നു ദുനിയാവിൽ ഞാൻ. എനിക്ക് നിങ്ങൾ വീട് വെച്ചു തന്നു, എനിക്ക് നിങ്ങൾ ദുനിയാവിൽ സൗകര്യം തന്നു, ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ തന്നു. എനിക്ക് ആഖിറത്തിൽ ഒരു ആവശ്യമുണ്ട് ബാപ്പാ. ദുനിയാവിൽ ഒരുപാട് കാര്യം ചെയ്ത ബാപ്പാ, ആഖിറത്തിൽ എനിക്കൊരു കാര്യമുണ്ട്. എന്റെ അമലൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഉപ്പാന്റെ അമല് മേലെയാണ്. ഒരു 2 റക്അത്തിന്റെ കൂലി എനിക്ക് തരുമോ ബാപ്പാ? കള്ളം പറയാത്ത റസൂലാ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി പറയുന്നത്. അപ്പൊ മകമനോട് ഉപ്പ പറയാണ്, ഇല്ല മോനെ, അത് ദുനിയാവിലാണ്, ആഖിറത്തിൽ ഞാൻ നിനക്ക് തരില്ല, എനിക്ക് നിനക്ക് തരാനും കഴിയില്ല മോനെ. ആ ലോകത്തെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? തീർന്നില്ല. ഭാര്യയും മക്കളും
യൗമൈദിൻ ശഖ്രിയൂനി വജൂഹു യൗമൈദിൻ മുസ്ഫിറ ലാഹിഖത്തും മുസ്തബ്ശിറ. അന്ന് ചില മുഖങ്ങൾ പ്രസന്നമാണ്, അവർ ചിരിക്കുന്നവരാണ്. അല്ലാഹ് ഈ ഇരിക്കുന്ന ജനങ്ങളെ നാളെ മഹ്ശറയിൽ ചിരിക്കുന്നവരാക്കണേ, കരയുന്നവരാക്കരുതേ, വിലപിക്കുന്നവരാക്കരുതേ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. വസാരിയു നിന്റെ സ്വർഗത്തിലേക്ക്. എങ്ങനെ? വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും സക്കറുല്ലാഹ്. സ്വന്തത്തോട് തെറ്റ് ചെയ്തവർ, പലിശ കൊടുത്തവർ, പലിശ വാങ്ങിയവർ, ഭാര്യയോട് മോശമായവർ, മക്കളോട് മോശമായവർ, വ്യഭിചരിച്ചു പോയവർ, സ്വർഗ്ഗരതിയിൽ ഏർപ്പെട്ടവർ, ഏതേത് തിന്മ ചെയ്തു പോയവരും അവരൊക്കെ മഹ്ശറയിൽ വരുമ്പോ അല്ലാഹുവോട് ഇഹലോകത്ത് വെച്ച് പൊറുക്കലിനെ തേടേണ്ട ദിനമാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി വരാനിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. രാത്രികൾ അനവധിയുണ്ട്, എന്റെ മുമ്പിലുണ്ട്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഖ്ജഹൂൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. 56 അധ്യായം 17 18. രാത്രി ഉറങ്ങാത്തവരാണവർ. അനാഇൽ ലൈലി സാജിദൻ വഖായിമാ. നിന്നിട്ടും ഇരുന്നിട്ടും അല്ലദീന യബീതൂന ലിറബ്ബിഹിം വസുജ്ജദൻ വഖിയാമാ. രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നവരാണ്. കാലിൽ നീര് കെട്ടുമാറ്. എന്താ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. സൂറത്തു നൂറിന്റെ 37 കണ്ണുകൾ അഞ്ചിപ്പോകുന്ന, ഭയചകിതമാകുന്ന. അവിടെ ഒരു ചോദ്യമുണ്ട് റബ്ബിന്റെ. ഐനൽ ജബ്ബാറൂൻ. എവിടെയോ രാജാധികാരികൾ, എവിടെയോടോ ചക്രവർത്തികൾ, എവിടെയോടോ സ്വച്ഛാധിപതികൾ, ലോകത്തെ നിയന്ത്രിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഫിറൗനുമാര്, ഹാമാന്മാര്, നമ്രൂദുമാര്, ഹിറ്റ്ലർമാര്, മുസോളിനിമാര്, ഇന്ത്യൻ ചക്രവർത്തിമാര്, എവിടെയോ അവർ പഞ്ചപുച്ഛമടക്കി ലാ യതഖല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബ. മിണ്ടാത്ത ദിനമാണ്.